ബികോം സ്റ്റുഡൻസിന് അവരുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സസ് ആണ് മാനേജ്മെൻറ്റ് ഓഫ് ഫോറിൻ ട്രേഡും പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്ങും സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റും. സോ ഈ മാനേജ്മെൻറ്റ് ഓഫ് ഫോറിൻ ട്രേഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഇത്രയും നാളും ചെയ്യാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല, 1 മാർക്കിനും 2 മാർക്കിനുമാണ് കൂടുതലും റിപ്പീറ്റിംഗ് ചോദ്യങ്ങൾ വരാറുള്ളതും. അതുമാത്രമല്ല, ഇങ്ങനെ ഒരു റിപ്പീറ്റായിട്ട് ക്വസ്റ്റ്യൻസ് ഈ ഒരു പേപ്പറിൽ നിന്ന് അങ്ങനെ ചോദിക്കാറില്ല. നിങ്ങളുടെ ഓൺ വേർഡ്സിൽ നിങ്ങൾ എങ്ങനെ ആൻസർ എഴുതുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ മാർക്ക് അവർ വാല്യൂ ചെയ്യുന്നത്. സോ നിങ്ങൾ ഓരോ മൊഡ്യൂളിൽ നിന്നും പ്രധാനമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്സാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. സോ നിങ്ങൾ ഇത്രയെങ്കിലും കവർ ചെയ്യുക. കാരണം നമുക്ക് ഇന്നൊരു ടോപ്പിക്ക് വരും അല്ലെങ്കിൽ ഇത് റിപ്പീറ്റായിട്ട് വരുന്നു മറ്റുള്ള പേപ്പറിനെ പോലെ ഇതിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ ഫോറിൻ ട്രേഡിൻ്റെ ഇൻട്രഡക്ഷൻ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ അവിടെ നിന്ന് ഫോറിൻ ട്രേഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡ് എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ നോക്കി വെക്കാം. സോ ട്രേഡ് എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം, ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ വാങ്ങുകയും വിൽക്കുന്നതിനും ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റീനെയാണ് ട്രേഡ് എന്ന് വിളിക്കുന്നത്. സോ ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വെളിയിലുള്ള ഫോറിൻ രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന ഈ ഒരു ട്രേഡിനെയാണ് ഫോറിൻ ട്രേഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ് നിങ്ങൾ നോക്കി വെക്കേണ്ടത്. സോ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, ഒരു ഫോറിൻ ട്രേഡ് വഴി ആ രാജ്യത്തിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആയിരിക്കും ഉണ്ടാവുന്നത്? നമ്മുടെ നാച്ചുറൽ റിസോഴ്സിൻ്റെ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എല്ലാതരം ഗുഡ്സ് നമ്മുടെ രാജ്യത്തുള്ളവർക്കെല്ലാം അവൈലബിൾ ആയിരിക്കും. ഇപ്പം റോ മെറ്റീരിയൽസ് ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന എല്ലാതരം മെറ്റീരിയൽസും നമുക്ക് ഈ ഒരു ഫോറിൻ ട്രേഡ് വഴി നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം, അല്ലേ? ഇപ്പോൾ ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത് 3 രീതിയിലാണ് വരുന്നത്: എക്സ്പോർട്ട് ട്രേഡ്, ഇമ്പോർട്ട് ട്രേഡ്, ഓൺ റിപ്പോർട്ട് ട്രേഡ്. സോ നമ്മുടെ ഇന്ത്യയുടെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ സുലഭമായിട്ട് കിട്ടാത്ത കാര്യങ്ങൾ, ഐറ്റംസ് ഒക്കെ ആയിരിക്കും. സോ എന്തൊക്കെയായിരിക്കും നമ്മുടെ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത്? ക്രൂഡ് ഓയിൽ, പിന്നെ അതുപോലെ തന്നെ പ്രഷ്യസ് സ്റ്റോൺസ്, ഇലക്ട്രോണിക് കമ്പോണൻസ്, ഇത്രയും കാര്യങ്ങളൊക്കെ കൂടുതലും പ്ലാസ്റ്റിക്. ഇപ്പോൾ ചൈനയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് ആണല്ലേ. സോ ഇതൊക്കെ എന്ന് പറയുന്നത് ഇമ്പോർട്ട് ട്രേഡിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നത് വഴി നമ്മുടെ ഗ്രോത്തിന് അതായത് സഹായിക്കും, സ്പെഷ്യലൈസ് ചെയ്യാനായിട്ടും സഹായിക്കും. അതുപോലെ തന്നെ എന്തൊക്കെയായിരിക്കും എക്സ്പോർട്ട് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയിൽ കൂടുതലും എക്സ്പോർട്ട് ചെയ്യുന്നത് പെട്രോളിയം പ്രോഡക്ട്സും അഗ്രികൾച്ചറൽ പ്രോഡക്ട്സും ഒക്കെയാണ്. സോ അതിനെയൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് വഴി അവിടെ നിന്നും ഒരുപാട് ഇൻകം കിട്ടുന്നു. അതുപോലെ തന്നെ ഫോറിൻ റിസർവ് ജനറേറ്റ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കൊടുക്കാം. ഇനി ഓൺ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം പറയാന്നുണ്ടെങ്കിൽ, ഇങ്ങോട്ടേക്ക് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ട് പെട്രോളിയം പ്രോഡക്റ്റ്സ് ആക്കിയിട്ട് പിന്നെ എക്സ്പോർട്ട് ചെയ്യാണ്. അങ്ങനെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് അത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു റിസൾട്ടിനെ, ആ ഒരു ഫൈനൽ പ്രോഡക്റ്റിനെ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് ഓൺ റിപ്പോർട്ട് ട്രേഡ് എന്നുള്ളത്. സോ ഫോറിൻ ട്രേഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോറിൻ ട്രേഡ് വഴി ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന് അത് എഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഫോറിൻ ട്രേഡ് വഴി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് കിട്ടും. അതുകൊണ്ട് കൂടുതൽ ആളുകൾ അതിനെയായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിൻ്റെ പ്രോഡക്റ്റ് ആളുകൾ വലിയ വാല്യൂ കൊടുക്കാനായിട്ട് ചാൻസ് ഇല്ല. പിന്നെ പറയുന്നത് നമ്മൾ ഒരുപാട് ഡിപ്പെൻഡായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ വാർസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നാച്ചുറൽ റിസോഴ്സസ് ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യുന്നതിന് പകരം മിസ് യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം കൂടുതൽ ഇൻകം എക്സ്പോർട്ട് ചെയ്യുന്നത് വഴി കിട്ടുന്നത് കൊണ്ട് തന്നെ മിക്ക രാജ്യങ്ങളും ഓക്കെ എങ്കിൽ നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം, എല്ലാം അങ്ങ് എക്സ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ അതിനെ അങ്ങ് ഓവറായിട്ട് എക്സ്പ്ലോർട്ട് ചെയ്യും. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെന്താ, അനാവശ്യമായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഹാർംഫുൾ ആയിട്ടുള്ള ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ പീസിന് ഇത് അഫക്റ്റ് ചെയ്യാനുണ്ട്, വേൾഡ് വാറിൻ്റെ ചാൻസസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഫോറിൻ ട്രേഡിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് അറിഞ്ഞു വെക്കേണ്ട ഒരു ചെറിയൊരു ടോപ്പിക്കാണ് കൗണ്ടർ ട്രേഡ് എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ റെസിപ്രോക്കലാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഹാർഡ് കറൻസി എന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കറൻസിക്ക് പറയുന്നത് ഹാർഡ് കറൻസി.
അതായത് US$, യൂറോ പോലുള്ള ഗ്ലോബലി അക്സെപ്റ്റഡ് ഉള്ള കറൻസിക്ക് പറയുന്നത്, ഗ്ലോബൽ കറൻസിക്ക് പറയുന്നതാണ് ഹാർഡ് കറൻസി. അപ്പോൾ അതിന് പകരം ഇപ്പോൾ ഒരു ഗുഡിനോ അല്ലെങ്കിൽ ഒരു സർവീസസോ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് വഴി അതിൽ എക്സ്ചേഞ്ച് ചെയ്യാണ് വേറെ എന്തെങ്കിലും അതിൻ്റെ അതേ ഒരു വാല്യൂ ആയിട്ട് വരുന്ന വേറെ എന്തെങ്കിലും ഗുഡ്സോ സർവീസസോ തിരിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നു. സോ ഇവിടെ ഒരു ബാർട്ടർ സിസ്റ്റം പോലെ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്കും തിരിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് കൊടുക്കുന്നത്. സോ അധികം ഫോറിൻ റിസർവ് ഇല്ലാത്ത രാജ്യങ്ങൾ കൂടുതലും ക്വാണ്ടിറ്റിയിലാണ് ചെയ്യാറുള്ളത്. കാരണം അവരുടെ കറൻസീസ് സാക്രിഫൈസ് ചെയ്യാതെ തന്നെ അവരുടെ കയ്യിൽ എന്താണോ കൂടുതലുള്ളത്, ഇപ്പോൾ ഗുഡ്സ് ആണെങ്കിലും സർവീസസ് ആണെങ്കിലും അവരുടെ കയ്യിൽ എന്താണോ കൂടുതലുള്ളത് അത് അങ്ങോട്ടേക്ക് കൊടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനം ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഇതുവഴി സഹായിക്കും. നെക്സ്റ്റ് നിങ്ങൾ നോക്കി വെക്കേണ്ടത് ഫോറിൻ ട്രേഡിൻ്റെയും ഡൊമസ്റ്റിക് ട്രേഡിൻ്റെയും ഡിഫറൻസസ് ആണ്. സോ നമ്മുടെ ട്രേഡ് നാഷണൽ ബൗണ്ടറിക്ക് അകത്ത് തന്നെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഇന്ത്യയുടെ കേസ് എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെയാണ് ട്രേഡ് സെല്ലിങ് ആൻഡ് ബൈങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇന്ത്യക്കകത്ത് തന്നെയാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് വിളിക്കാം. സോ ഇൻ കേസ് അത് വെളിയിലത്തെ ഏതെങ്കിലും ഫോറിൻ കൺട്രീസുമായിട്ടാണ് ഈ ഒരു ട്രേഡ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോറിൻ ട്രേഡ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ഡൊമസ്റ്റിക് ട്രേഡ് നടത്തുന്നത് വഴി നമ്മുടെ നാഷണൽ കറൻസിയാണ് ട്രാൻസാക്ഷൻസിന് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഫോറിൻ ട്രേഡിൽ കറൻസിയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പം ഇന്ത്യയും വേറൊരു രാജ്യമായിട്ട് എന്തെങ്കിലും ട്രേഡ് നടത്താമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിലുള്ള കമ്പനീസ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആരെങ്കിലുമൊക്കെ വേറൊരു രാജ്യത്തിലുള്ള ആളുകളുമായിട്ട് ട്രേഡ് നടത്തുമ്പം അവിടെ നമുക്ക് ഈ കറൻസിയുടെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും കോമൺ ആയിട്ട് ഗ്ലോബൽ കറൻസി US$, അല്ലെങ്കിൽ യൂറോ പോലുള്ള കറൻസീസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ഡൊമസ്റ്റിക് ട്രേഡിൽ അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ ഡൊമസ്റ്റിക് ട്രേഡിൽ ഫോറിൻ റിസർവ് ക്രിയേറ്റ് ആകുന്നില്ല, ഫോറിൻ ട്രേഡിൽ ഫോറിൻ റിസർവ് ക്രിയേറ്റ് ആവുന്നുണ്ട്. പിന്നെ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഫോറിൻ ട്രേഡിൽ കൂടുതലുണ്ട്. അതായത് മറ്റുള്ള രാജ്യങ്ങൾ ഇമ്പോർട്ട്സ് കുറയ്ക്കാനായിട്ട്, അപ്പം ഏതൊരു രാജ്യവും ആഗ്രഹിക്കുന്നത് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാനായിട്ടാണ്. കാരണം എക്സ്പോർട്ട് ചെയ്യുന്നത് വഴി അവർക്ക് ഒരുപാട് ഇങ്ങോട്ടേക്ക് റവന്യൂ കിട്ടും. സോ എക്സ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഒരുപാട് കൺട്രീസ് ആഗ്രഹിക്കുന്നത്. സോ ഇമ്പോർട്ട്സ് അവർ തടയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഇമ്പോർട്ട്സ് തടയാനായിട്ട് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് ട്രേഡ് റെസ്ട്രിക്ഷൻസ് കൊടുക്കും. എന്തിൻ്റെ ഫോമിലാന്ന് ചോദിച്ചാൽ താരിഫ്സും കോട്ടയുടെ ഫോമിലായിട്ട് അവർ കുറേ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്താറുണ്ട്. സോ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഫോറിൻ ട്രേഡിൽ അധികമാണ്. ഡൊമസ്റ്റിക് ട്രേഡിൽ അങ്ങനെ റെസ്ട്രിക്ഷൻസും അല്ലെങ്കിൽ റെഗുലേഷൻസും ഒന്നും അധികം വരുന്നില്ല. പിന്നെ റിസ്ക് കൂടുതലുള്ളതും ഫോറിൻ ട്രേഡിലാണ്. സോ ഇത്രയാണ് മേജർ ഡിഫറൻസസ് ആയിട്ട് വരുന്നത്. അത് ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് പറയുന്നത് ഡംപിങ് ആണ്. ഡംപിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഡംപിങ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്ട്സ് വേറൊരു രാജ്യത്തിൽ അവിടെ ഉള്ള ആ ഒരു ഓൺഗോയിങ് പ്രൈസ്, അല്ലെങ്കിൽ അവിടുത്തെ സിമിലർ ആ പ്രോഡക്റ്റ്സ് വിൽക്കുന്ന അങ്ങനത്തെ പ്രോഡക്റ്റ്സ് വിൽക്കുന്ന ഇൻഡസ്ട്രീസ് ചാർജ് ചെയ്യുന്ന റേറ്റിനെക്കാട്ടിലും ഒരുപാട് കുറഞ്ഞ വിലയിൽ ഒരു പ്രോഡക്റ്റ് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാണ്. ഇപ്പോൾ ഡംപിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കൊണ്ട് ഇടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വേർഡ് മീനിങ് എന്ന് പറയുന്നത്. സോ അങ്ങനെ കൊണ്ട് ഇടാന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് ഡംപിങ്. സോ നമ്മുടെ ഓൺഗോയിങ് പ്രൈസ് ആയിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിലവിലുള്ള ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിലവിലുള്ള ആ ഒരു വിലയിനെക്കാട്ടിലും ഒരുപാട് കുറഞ്ഞ വിലയിൽ, ചിലപ്പം അങ്ങനെ വിൽക്കുന്ന ആളുകൾക്ക് അത് ഭയങ്കര നഷ്ടമായിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷേ മാർക്കറ്റിൽ ഒരു ഇടം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനത്തെ കുറുക്ക് വഴികളൊക്കെ ഉപയോഗിക്കുന്നത്. അതിന് പറയുന്നതാണ് ഡംപിങ്. ഫോർ എക്സാമ്പിൾ ചൈനയുടെ പ്ലാസ്റ്റിക് ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഡംപാണ് ചെയ്യുന്നത് കുറഞ്ഞ വിലയിൽ. ഇപ്പം ചൈന മെയ്ഡ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്ലാസ്റ്റിക് പ്രൊഡക്റ്റിനെക്കാട്ടിലും ഭയങ്കര വിലക്കുറവാണ്. സോ അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ചൈന ഇവിടെ ചെയ്യുന്നത് ഡംപിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ റിവേഴ്സായിട്ട് നമുക്ക് റിവേഴ്സ് ഡംപിങ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് വരുന്നുണ്ട്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് അവിടുത്തെ മാർക്കറ്റിലെ വിലയിനെക്കാട്ടിലും ഒരുപാട് ഹയർ ആയിട്ടുള്ള റേറ്റിൽ പ്രോഡക്ട്സ് വിൽക്കാന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് റിവേഴ്സ് ഡംപിങ് എന്ന് വിളിക്കാം. പിന്നെ ഒരു വേർഡ് വരുന്നത് ആൻറ്റി ഡംപിങ്. അതായത് ഈ ഡംപിങ് തടയാനായിട്ട് കൺട്രി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കൺട്രി ഏർപ്പെടുത്തുന്ന ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പറയുന്നതാണ് ആൻറ്റി ഡംപിങ് എന്നുള്ളത്. അതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് നിർമ്മിക്കുന്ന വിലയിന് ആ ഒരു അവർ സെല്ല് ചെയ്യുന്ന വിലയിനെക്കാട്ടിലും ഒരുപാട് അധികം താഴ്ന്ന വിലയിൽ അവർ വിൽക്കാന്നുണ്ടെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി ഡംപിങ് എന്നുള്ള ടോപ്പിക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് ടേംസ് ഓഫ് ട്രേഡ്. ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്
എക്സ്പോർട്ട് പ്രൈസസിൻ്റെയും ഇമ്പോർട്ട് പ്രൈസസിൻ്റെയും ഒരു റേഷ്യോ ആണ്. അതായത് ഇൻഡെക്സ് ഓഫ് എക്സ്പോർട്ട് പ്രൈസസ് ഡിവൈഡഡ് ബൈ ഇൻഡെക്സ് ഓഫ് ഇമ്പോർട്ട് പ്രൈസസ് ഇൻറ്റു 100. സോ ഇത് നോക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഏതൊരു കൺട്രിയും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എക്സ്പോർട്ടിൽ നിന്ന് കൂടുതൽ റവന്യൂ കിട്ടാനായിട്ടാണ് എല്ലാ കൺട്രീസും ആഗ്രഹിക്കുന്നത്. സോ ഈ ഒരു ടേംസ് ഓഫ് ട്രേഡ് കണ്ടുപിടിക്കുന്നത് തന്നെ എക്സ്പോർട്ട് അധികമായിട്ടാണോ നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ആണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻ മെയ്ഡ് ബിറ്റ്വീൻ റെസിഡൻറ്റ് ഓഫ് എ കൺട്രി ആൻഡ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ടൈം. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ആ ഒരു രാജ്യത്തെ റെസിഡൻസ് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന ട്രാൻസാക്ഷൻസിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡ്സ് ആണ്. സോ ഇത് കീപ്പ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരുപാട് ക്യാഷ് ഇൻഫ്ലോസ് വരുന്നുണ്ടോ എന്ന് അറിയാനോ, അല്ലെങ്കിൽ ഒരുപാട് അങ്ങോട്ടേക്കാണോ ഔട്ട്ഫ്ലോ ആയിട്ടാണോ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാൾ അയാളുടെ ഇൻകം ഇങ്ങോട്ടേക്കുള്ള ആളുകൾക്ക് അയാളുടെ കുടുംബത്തിലേക്കാണ് ഇങ്ങോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിയിലുള്ള രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഇൻഫ്ലോ ആയിട്ടാണ് വരുന്നത്. സോ ഇതാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡാണ് നമ്മുടെ കൺട്രിയിലുള്ള ഒരു രാജ്യത്തിലുള്ള ആളുകളുടെ ആ റെസിഡൻസിൻ്റെ മറ്റുള്ള രാജ്യത്തെ ആളുകളുമായിട്ട് അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ആയിട്ട് അവർ നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും ഒരു റെക്കോർഡിന് പറയുന്നതാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഡ്യൂറിങ് എ പീരീഡ് ഓഫ് ടൈം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നടത്തുന്ന ട്രാൻസാക്ഷൻസിൻ്റെ റെക്കോർഡായിരിക്കും ഇവിടെ നമ്മൾ എടുക്കുന്നത്. സോ കൂടുതൽ ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ പേയ്മെൻ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ട്രാൻസാക്ഷൻസ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഡെഫിസിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇങ്ങോട്ടേക്ക് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് സർപ്ലസ് ആയിട്ടാണ് വരുന്നത്. സോ ഇതിനെന്തെങ്കിലും ചേഞ്ചസ് സംഭവിക്കുകയെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിസിക്ലൂബ്രിയം എന്ന് വിളിക്കും. സോ ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്വീകരിച്ച് വരുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ എന്തൊക്കെ വേസ് ആണ് ഉള്ളത് എന്നുള്ളൊരു ചോദ്യം കൂടെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ ട്രേഡിൽ റെസ്ട്രിക്ഷൻസ് വരുത്തുന്ന വഴി, അതായത് താരിഫ്സ്, കോട്ടാസ്, പിന്നെ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്ന വഴി, അതായത് ഡീവാലുവേഷൻ അല്ലെങ്കിൽ കറൻസിയുടെ വാല്യൂ കുറയ്ക്കുകയോ അല്ലെങ്കിൽ കൂട്ടുകയോ ചെയ്യുന്ന വഴി, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പൈസ ബോറോ ചെയ്യുക അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കൊടുക്കുകയോ ചെയ്യുന്ന വഴി, അല്ലെങ്കിൽ നമ്മുടെ RBIയുടെ ഫിസിക്കൽ പോളിസീസും മോണിറ്ററി പോളിസീസും വഴിയൊക്കെ നമുക്ക് ഈ ഒരു ഡിസിക്വിലിബ്രിയം ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് കമ്പോണൻസ് ഓഫ് POP ആണ്. സോ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിന് 3 കമ്പോണൻസ് ആണുള്ളത്. കറൻറ്റ് അക്കൗണ്ട്, പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്, ഫൈനാൻഷ്യൽ അക്കൗണ്ട്. കറൻറ്റ് അക്കൗണ്ടിൽ എന്താണ് നോക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഇൻഫ്ലോ ഓഫ് ഔട്ട്ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ കൺട്രീസ് ആണ് മോണിറ്റർ ചെയ്യുന്നത്. സോ വിസിബിളും ഇൻവിസിബിളും ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കറൻറ്റ് അക്കൗണ്ടിലേക്ക് കാണിക്കുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കുന്നത്. അവിടെ വരുന്നത് 3 എലമെൻറ്റ്സ് ആണുള്ളത്: ലോൺസ് ആൻഡ് ബോറോയിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫണ്ട് ഫ്ലോ അങ്ങോട്ടേക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കോ ഫോറിൻ കൺട്രീസിൽ നിന്ന് ഇങ്ങോട്ടേക്കാണോ വരുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിൽ നോക്കുന്നത്. സോ ഫൈനാൻഷ്യൽ അക്കൗണ്ടിൽ ഈ ഒരു ചേഞ്ചസ് അനലൈസ് ചെയ്യുന്നത് വഴി ഇവർ അസറ്റ്സ് അക്വയർ ചെയ്യുകയാണോ അതോ വിൽക്കുകയാണോ എന്നുള്ള കാര്യവും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ഫോറിൻ ട്രേഡിങ് ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് ആണ്. ഇത് 15 മാർക്സിന് ഒരു തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫോറിൻ ട്രേഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തൊട്ടിട്ട് ഇപ്പം എങ്ങനെയാണ് ഫോറിൻ ട്രേഡ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഇന്ത്യ എന്തൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതി വെക്കുക. നിങ്ങളുടെ ഓൺവേഴ്സിൽ എഴുതേണ്ട ഒരു ടോപ്പിക്കാണ് ഇത്. സോ സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾ ഇൻ്റർനാഷണൽ സോഷ്യോ എക്കണോമിക് എൻവിറോൺമെൻറ്റ് ആൻഡ് സിസ്റ്റമാണ് പഠിക്കുന്നത്. അപ്പം ഇവിടെ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് യൂണിലാറ്ററിസം. യൂണിലാറ്ററിസം എന്ന് പറയുന്നത് ഒരു ട്രേഡ് അഗ്രിമെൻ്റ് ആണ്. അതായത് ഒരു കൺട്രി മറ്റൊരു കൺട്രിയിൽ എന്തെങ്കിലും ട്രേഡ് റെസ്ട്രിക്ഷൻസോ ടാരിഫ്സോ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ തിരിച്ച് ആ ഒരു കൺട്രി അത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ തിരിച്ച് തന്നെ അവരൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കൺട്രി മാത്രമാണ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത്. അതിനെ നമുക്ക് യൂണിലാറ്ററിസം എന്ന് വിളിക്കാം. അപ്പോൾ എന്തായിരിക്കും ബൈലാറ്ററിസം എന്ന് പറയുന്നത്? 2 കൺട്രീസ്, 2 സോവിയറ്റ് സ്റ്റേറ്റ്സ്
അവരുടെ മ്യൂച്വൽ ബെനിഫിറ്റ്സിന്, അതായത് താരിഫ്സോ അല്ലെങ്കിൽ ട്രേഡ് റെസ്ട്രിക്ഷൻസോ കുറച്ചിട്ട് അവരുടെ രണ്ട് കൺട്രീസിൻ്റെയും മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവർ ഏർപ്പെടുന്ന എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ ബൈലാറ്ററൽസ് എന്ന് വിളിക്കുന്നത്. സോ മൾട്ടിലാറ്ററലിസം എന്ന് പറയുമ്പോൾ മൂന്നിലധികമോ കൺട്രീസ് ഇങ്ങനെ മ്യൂച്വൽ ബെനിഫിറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ട്രേഡ് ഐഡിയാസോ അല്ലെങ്കിൽ റെഗുലേഷൻസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാനോ വേണ്ടിയിട്ട് ഏർപ്പെടുന്ന എഗ്രിമെൻറ്റ്സിന് അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ മൾട്ടിലാറ്ററലിസം എന്ന് വിളിക്കുന്നത്. സോ മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് തന്നെ ഇപ്പം ഒരുപാട് കൺട്രീസ് ഉള്ളത് കാരണം നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ട്രേഡ് നടത്താനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഇളവ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് കൂടുതലും ഈ എഗ്രിമെൻറ്റ്സ് എയിം ചെയ്യുന്നത് തന്നെ. അടുത്തത് ഇതിൻ്റെ മേജർ റീജിയണൽ എക്കണോമിക് ഗ്രൂപ്പിംഗ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ റീജിയണൽ എക്കണോമിക് ഗ്രൂപ്പിംഗ്സ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടിലാറ്ററൽ അഗ്രിമെൻ്റ് ആണ്. മൂന്നിലധികമോ കൺട്രീസ് കൂടി ചേർന്നുകൊണ്ട് അവരുടെ മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവർ ഏർപ്പെടുന്ന എഗ്രിമെൻറ്റിന് പറയുന്നതാണ് അല്ലെങ്കിൽ ഗ്രൂപ്പിങ്ങിന് പറയുന്നതാണ് മേജർ റീജിയണൽ എക്കണോമിക് ഗ്രൂപ്പിംഗ്സ് എന്ന് പറയുന്നത്. സോ അവിടെ ഗേറ്റും പിന്നെ WTOയും അൺടാഡുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ ഗേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം രൂപപ്പെട്ട് വന്നിരിക്കുന്നതൊരു മൾട്ടിലാറ്ററൽ ട്രീറ്റിയാണ്. ട്രീറ്റി എന്ന് പറയുമ്പോൾ ഉടമ്പടി അല്ലെങ്കിൽ കരാറ് ആണ് ഗേറ്റ് എന്ന് പറയുന്നത്. സോ മൂന്നിലധികമോ കൺട്രീസ് ചേർന്ന് രൂപപ്പെടുത്തുന്ന ഈ ഒരു അഗ്രിമെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത് ട്രേഡ് റെസ്ട്രിക്ഷൻസ് കുറയ്ക്കാനും ഇൻ്റർനാഷണൽ ട്രേഡ് പ്രൊമോട്ട് അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. സോ ഗവൺമെൻറ് ആയിട്ട് ഇമ്പോസ് ചെയ്തിരിക്കുന്ന ഒരുപാട് ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിനെയൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുകയും ഇൻ്റർനാഷണൽ ട്രേഡിനെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗേറ്റിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ. സോ ഗേറ്റിൽ ഗുഡ്സ് മാത്രമായിരുന്നു, ഗുഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയും സർവീസസും അവിടെ ഡീൽ ചെയ്യാത്തത് കാരണം അതിനെ അപ്ഡേറ്റ് ചെയ്തിട്ട്, ഇപ്പം ഗേറ്റ് നിലവിലില്ല, അതിനെ അപ്ഡേറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. സോ WTOയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതൊരു പെർമനൻറ്റ് ഓർഗനൈസേഷനാണ്. അതിന് ലീഗൽ സ്റ്റാറ്റസ് ഉണ്ട്. ഇപ്പോൾ ഗേറ്റിനെ പോലെ ഒരു ട്രീറ്റിയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൗണ്ടേഷൻ ഇല്ലാത്ത ഒരു എഗ്രിമെൻറ്റോ അങ്ങനെയൊന്നും അല്ല അവിടെ വരുന്നത്. ഇവിടെ WTO എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് ഓർഗനൈസേഷനാണ്. ഉറുഗെ റൗണ്ട് നെഗോസിയേഷൻ വഴിയാണ് ഇത് ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഗേറ്റിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള സിസ്റ്റമിനെക്കാട്ടിലും കുറച്ചും കൂടെ ഈ ഒരു എന്താ പറയുക എഗ്രിമെൻറ്റിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കൺട്രീസ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് WTO ആണ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ട് നിൽക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് അൺടാഡ്. അൺടാഡ് എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് ഇൻ്റർ ഗവൺമെൻറ്റൽ ബോഡിയാണ്. അൺടാഡിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഡെവലപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ കൂടുതൽ ട്രേഡും അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അൺടാഡിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ. സോ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന റൂൾസ് അല്ലെങ്കിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന റെഗുലേഷൻസ്, ഇപ്പം ടാരിഫ്സ് ആണെങ്കിലും ട്രേഡ് ബാരിയേഴ്സ് ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും അത് അണ്ടർ ഡെവലപ്ഡും ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിന് അവർ സഫർ ചെയ്യാറുണ്ട്. സോ ഇങ്ങനെ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന കൺട്രീസിൻ്റെ ഇടയിലുള്ള പോളിസീസ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെ കൊണ്ടുപോകുക എന്നുണ്ടെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് തന്നെ നിൽക്കും, ഡെവലപ്പിംഗ് ആയിട്ടേക്കും, ഡെവലപ്ഡ് കൺട്രീസ് പിന്നെയും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. സോ അത് ഒഴിവാക്കാനും അണ്ടർ ഡെവലപ്ഡും ഡെവലപ്പിംഗ് കൺട്രീസ് ആയിട്ടുള്ള കൺട്രീസിനെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതാണ് അൺടാഡിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ നിങ്ങളിത് പഠിക്കുമ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫങ്ഷൻസും ഒബ്ജക്റ്റീവ്സും കൂടെ നോക്കി വെക്കുക. പിന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ പറ്റുമെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് കമോഡിറ്റി എഗ്രിമെൻറ്റ്സും അതിൻ്റെ ടൈപ്സും. സോ ഫോറിൻ ട്രേഡിൽ എക്സ്ചേഞ്ച് റേറ്റിൽ തമ്മിൽ ഫ്ലക്ച്വേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതുവഴി ഭയങ്കരമായിട്ട് റിസ്ക് ഇൻകർ ചെയ്യേണ്ടതായിട്ട് വരും. സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് മുന്നേ കൂട്ടി ഒരു ഡേറ്റിൽ ഇന്ന പ്രൈസിൽ അവർ കമോഡിറ്റി സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെൻറ്റിനാണ് കമോഡിറ്റി എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ടൈപ്സ് നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ കമോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത് ഫുഡ്സ്, മെറ്റൽസ്, ഇലക്ട്രിസിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ട്രാൻസാക്ഷൻസ് നടത്തുന്ന മാർക്കറ്റാണ്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ
പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റായിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് കൊമോഡിറ്റി മാർക്കറ്റിൽ വരുന്നത്. ഇത്രയാണ് സെക്കൻഡ് മോഡ്യൂളിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ടും ഈ ഗേറ്റിൻ്റെതും WTAയുടെയും അൺടാഡിൻ്റെയും ഫങ്ഷൻസും ഒബ്ജക്റ്റീവ്സും നിങ്ങൾ പഠിച്ചു വെക്കാം. സോ സ്റ്റേറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഫോറിൻ ട്രേഡിലെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനാണ്. ഫോറിൻ ട്രേഡിൽ ഗവൺമെൻറ്റിൻ്റെ പാർട്ടിസിപ്പേഷനെയാണ് നമ്മൾ സ്റ്റേറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ഗവൺമെൻറ് എന്തിനാണ് ഫോറിൻ ട്രേഡിലേക്ക് കടന്നു വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെൻറ്റിനെ നേരിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് റവന്യൂ കിട്ടാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിക്കുകയോ അല്ലെങ്കിൽ പൂഴ്ത്തി വെക്കുകയോ എന്തെങ്കിലും ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാൻ എക്സ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയാനും, പിന്നെ എന്താ പറയുക, ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി ഇതിൽ മൊണോപ്പൊളിക്കായിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ, അതായത് വേറെ ആരും കടന്നു വരാത്ത മേഖലയിലേക്ക് നിൽക്കുകയെന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും കൂടുതൽ ഇൻകം വരുന്നത്. സോ അത് തടയാനും പിന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പോർട്ടും ഇമ്പോർട്ടും കൺട്രോൾ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഫോറിൻ ട്രേഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ പഠിക്കുക. നെക്സ്റ്റ് നിങ്ങൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഫൈനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നോക്കേണ്ടത്. ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്, പിന്നെ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് എക്സിം അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെ EMF, എക്സ്പോർട്ട് മാർക്കറ്റിംഗ് ഫണ്ട്, എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇത്രയാണ് വരുന്നത്. ഇതിൽ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷനാണ് എല്ലാത്തിനും കൂടുതൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. അതായത് എക്സ്പോർട്ടേഴ്സിന് അല്ലെങ്കിൽ എക്സ്പോർട്ടേഴ്സിന് എന്തെങ്കിലും ലോൺ കൊടുക്കുന്ന ബാങ്ക്സിന് അവരുടെ ക്രെഡിറ്റ് റിസ്ക് കുറയ്ക്കാനായിട്ടുള്ള ഗ്യാരണ്ടി കൊടുക്കുന്നതാണ് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി RBIയുടെ കാര്യം എടുത്തു നോക്കുകയെന്നുണ്ടെങ്കിൽ RBI ഡയറക്റ്റായിട്ട് ഫൈനാൻസ് ഒന്നും കൊടുക്കാറില്ല എക്സ്പോർട്ടേഴ്സിന്. പക്ഷേ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അവരെ സഹായിക്കാനായിട്ടുള്ള പോളിസീസും മെഷേഴ്സും അഡോപ്റ്റ് ചെയ്യുന്നത് വഴി എക്സ്പോർട്ടേഴ്സിന് ഫൈനാൻസ് കിട്ടാനായിട്ട് സഹായിക്കുന്നു. സോ അങ്ങനെയാണ് RBI സഹായിക്കുന്നത്. പിന്നെ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള വേൾഡ് ബാങ്ക്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. സോ ഇവരുടെയൊക്കെ മീനിങ്ങും ഒബ്ജക്റ്റീവ്സും നിങ്ങൾ പഠിച്ചു വെക്കുക. മെയിനായിട്ടും റോൾസ്, ഫങ്ഷൻസ്, ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിക്കാറുള്ളത്. 15 മാർക്സിനൊക്കെ കയറി ചോദിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. സോ ഇത് നിങ്ങൾ 15 മാർക്കിന് തന്നെ പഠിച്ചു. ഫോർത്ത് മോഡ്യൂളിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സ് ആണ് പഠിക്കാനുള്ളത്. സോ ഇവിടെ ഫസ്റ്റ് തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സും ഡോക്യുമെൻറ്റേഷൻസുമാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്. സോ അവർക്ക് ഇമ്പോർട്ടഡ് എക്സ്പോർട്ടഡ് കോഡ് നമ്പർ ആവശ്യമായിട്ട് വരും. പിന്നെ എക്സ്പോർട്ട് ബിസിനസ്സിനാണെങ്കിലും അസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബോഡീസ് ഉണ്ട്. എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ, ഇന്ത്യൻ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷൻ, അങ്ങനെയുള്ള ബോഡീസിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക. പിന്നെ ഒരു ഇമ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇമ്പോർട്ടറിൻ്റെ കയ്യിൽ നിന്നും എൻക്വയറി കിട്ടിക്കഴിഞ്ഞാൽ അത് ഓക്കെ ആണെന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ അവർക്ക് ഓഫർ കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ കൺഫർമേഷനാണ്. പിന്നീട് എക്സ്പോർട്ട് ലൈസൻസ് എടുക്കുക, പിന്നെ ഫൈനാൻസ് കളക്ട് ചെയ്യുക. അതായത് ഒരു ഗുഡ്സ് അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഫൈനാൻസ് വേണം അല്ലേ. സോ അത് നമുക്ക് കിട്ടുന്നത് ഫൈനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നാഷണലും ഉണ്ട് ഇൻ്റർനാഷണലും ഉണ്ട്. സോ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ക്രെഡിറ്റ് ഗ്യാരണ്ടി ചെയ്യാം. പിന്നെ ആ ഓർഡറിനനുസരിച്ചിട്ടുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക, അത് പാക്ക് ചെയ്ത് കൊടുക്കുക. പിന്നീട് വരുന്നതെല്ലാം ഓരോ സ്റ്റേജസിലും വരുന്ന ക്ലിയറൻസും ഇൻസ്പെക്ഷൻസും ഒക്കെയാണ്. സോ അതെല്ലാം കഴിഞ്ഞ് എക്സ്പോർട്ടായി കഴിഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്നും പേയ്മെൻറ്റ് വാങ്ങിക്കുക. സോ ഇത്രയാണ് എക്സ്പോർട്ട് പ്രൊസീജിയറിൽ വരുന്നത്. ഇമ്പോർട്ടിനകത്ത് വരുമ്പോഴും ഇതേ സ്റ്റെപ്സ് തന്നെ. ഫസ്റ്റ് നമ്മൾ IEC നമ്പർ മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ്. പിന്നെ അങ്ങോട്ടേക്ക് ഓർഡർ കൊടുക്കുക, അത് കൺഫേം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ്സ് നടത്താം. സോ ഇതിൻ്റെ ഇടയിലൊക്കെ വരുന്ന കുറേ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. സോ അത് നിങ്ങൾ പഠിച്ച് തന്നെ വെക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് പറയുന്നത് നേരത്തെ അടച്ചിട്ടുള്ള എക്സൈസ് ഡ്യൂട്ടി അല്ലെങ്കിൽ സെൻട്രൽ എക്സൈസിൽ നിന്നും തിരിച്ച് കിട്ടാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൺസ്യൂം ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ഡ്യൂട്ടിയോ സെൻട്രൽ എക്സൈസോ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് തിരിച്ച് കിട്ടാനായിട്ട് ഒരു എക്സ്പോർട്ടർ എലിജിബിളാണ്.
സോ അതിനെയാണ് ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് വിളിക്കുന്നത്. സോ കസ്റ്റംസ് ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പം ഗുഡ്സ് ഷിപ്പിൽ നിന്ന് ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് കുറച്ച് ഡോക്യുമെൻറ്റ്സ് അവരുടെ കയ്യിൽ നിന്ന് കസ്റ്റംസ് അതോറിറ്റീസിൻ്റെ മുമ്പിൽ കൊടുത്തിട്ട് അപ്രൂവൽ വാങ്ങിക്കേണ്ടതായിട്ട് വരും. സോ ആ ഒരു പ്രോസസ്സിനെയാണ് കസ്റ്റംസ് ക്ലിയറൻസ് എന്ന് വിളിക്കുന്നത്. പിന്നീട് ടാരിഫ് ബാരിയേഴ്സും കോട്ടാസും അതിനെ പറ്റിയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ടൈപ്സ് ഓഫ് ടാരിഫ് ബാരിയേഴ്സ് ഒരു തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ വരുന്നത് ഫോർവേഡ് എക്സ്ചേഞ്ച് കവറാണ്. ഇതെന്ന് വെച്ചാൽ കറൻസിയിൽ വരുന്ന എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഫ്ലക്ച്വേഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഫിക്സഡ് ഡേറ്റിൽ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റിൽ ഫ്യൂച്ചറിൽ ഇതിനെ പർച്ചേസിനോ സെയിലിനോ നടത്താനും വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കോൺട്രാക്റ്റാണ് ഫോർവേഡ് എക്സ്ചേഞ്ച് കവർ എന്ന് വിളിക്കുന്നത്. ലാസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഗ്ലോബൽ മാർക്കറ്റ്സ് ആണ് പഠിക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ ഗ്ലോബൽ മാർക്കറ്റ്സ് എന്താണെന്ന് നോക്കാം. The market in which goods and services of one country are traded to people of other countries. So ഒരു കൺട്രിയിലെ ഗുഡ്സ് ആൻഡ് സർവീസസ് മറ്റൊരു കൺട്രീസ് അല്ലെങ്കിൽ വേൾഡ് വൈഡായിട്ട് അതിനെ ട്രേഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന ആ ഒരു മാർക്കറ്റിനാണ് ഗ്ലോബൽ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഗ്ലോബൽ മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റിംഗ് ഇൻവോൾവ്സ് പ്ലാനിങ്, പ്രൊഡ്യൂസിങ്, പ്ലേസിങ് ആൻഡ് പ്രൊമോട്ടിങ് എ ബിസിനസ് പ്രോഡക്റ്റ്സ് ഓർ സർവീസസ് ഇൻ ദ വേൾഡ് വൈഡ് മാർക്കറ്റ്. അപ്പം ഒരു ബിസിനസ്സിൻ്റെ പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ സർവീസസിന് വേൾഡ് വൈഡ് മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട് വേണ്ടി വരുന്ന എല്ലാ പ്രോസസ്സിനെയും പ്ലാനിങ്, പ്രൊഡ്യൂസിങ്, പ്ലേസിങ്, പ്രൊമോട്ടിങ് എല്ലാ കാര്യങ്ങളെയാണ് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഗ്ലോബൽ മാർക്കറ്റിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് മാർക്കറ്റിംഗ് ഓൺ എ വേൾഡ് വൈഡ് സ്കെയിൽ, reconciling or taking global operational differences, similarities and opportunities in order to reach global objective. അതായത് ഒരു ഇൻഡസ്ട്രിയുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസിനെ ഗ്ലോബൽ റീച്ചിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അവരുടെ എബിലിറ്റിനെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിംഗ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് മോഡ്സ് ഓഫ് എൻട്രി ഇൻ ഗ്ലോബൽ മാർക്കറ്റിംഗ്. സോ എക്സ്പോർട്ടിംഗ്, ഇൻ്റർനാഷണൽ ഫ്രാഞ്ചൈസിങ്, ഇൻ്റർനാഷണൽ ലൈസൻസിങ്, സ്പെഷ്യൽ മോഡ്സ്, FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇത്രയും മോഡ്സ് വഴിയിട്ടാണ് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്നത്. സോ ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഫോറിൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഉള്ളൊരു ഫോമാണ്. സോ ഇത് 3 ടൈപ്സ് ആയിട്ടുള്ളത്: ഡയറക്റ്റും ഇൻഡയറക്റ്റും ഇൻ്റർ കോർപ്പറേറ്റ് ട്രാൻസ്ഫേഴ്സും. സോ ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഒരു ഫോറിൻ കൺട്രിയിലേക്ക് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് വിളിക്കാം. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പം എന്തെങ്കിലും ഇൻ്റർമീഡിയറ്റ്സ് വഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഫോം ആയിട്ടായിരിക്കും ഇവിടെ എക്സ്പോർട്ട് നടത്തുന്നത്. പിന്നീട് വരുന്നത് ഇൻട്രാ കോർപ്പറേറ്റ് ട്രാൻസ്ഫേഴ്സ് ആണ്. അതായത് ഒരു കമ്പനി അവരുടെ തന്നെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു കൺട്രി, അതായത് ഫോറിൻ കൺട്രിയിലുള്ള മറ്റൊരു കമ്പനിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ, ട്രാൻസ്ഫർ ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് ഇൻട്രാ കോർപ്പറേറ്റ് ട്രാൻസ്ഫേഴ്സ്. സോ അങ്ങനെയാണ് എക്സ്പോർട്ടിംഗ് വഴി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻ്റർനാഷണൽ ലൈസൻസിങ്. ഇൻ്റർനാഷണൽ ലൈസൻസിങ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൊമസ്റ്റിക് കൺട്രിയുടെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഇൻഡസ്ട്രിയുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, അതായത് ടെക്നോളജി, കോപ്പി റൈറ്റ്സ്, പേറ്റൻറ്റ്, ബ്രാൻഡ് നെയിം, അതിൻ്റെയൊക്കെ ലൈസൻസ് വാങ്ങിച്ചുകൊണ്ട് മറ്റൊരു ഫോറിൻ കൺട്രിയിൽ അതിൻ്റെ അണ്ടറിൽ മാനുഫാക്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഇതും ഒരു ഗ്ലോബൽ മാർക്കറ്റിംഗ് എൻട്രി ചെയ്യണ ഒരു മോഡാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഫ്രാഞ്ചൈസിങ് ആണ്. ഇതെന്ന് പറയുന്നത് ഒരു നമ്മുടെ ലൈസൻസിങ്ങിൻ്റെ ഒരു ഫോം തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഫ്രാഞ്ചൈസിക്ക് അവരുടെ കീഴിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് കൊടുക്കുന്നുണ്ട്. അതിന് റിട്ടേൺ ആയിട്ട് ഫ്രാഞ്ചൈസർക്ക് ഒരു ഫീസ് പേ ചെയ്യേണ്ടതായിട്ട് വരും. സോ നെക്സ്റ്റ് ഫോർത്തായിട്ട് നിങ്ങൾ നോക്കേണ്ടത് സ്പെഷ്യൽ മോഡ്സ് ആണ്. സോ സ്പെഷ്യൽ മോഡ്സ് വഴി എങ്ങനെയൊക്കെയാണ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. കോൺട്രാക്ട് മാനുഫാക്ചറിങ്, അതായത് മറ്റൊരു കൺട്രിയിലേക്ക് എൻ്റയർ ആയിട്ടുള്ള മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് വഴി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാം. പിന്നീട് വരുന്നത് ബിസിനസ്
പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ആണ് ബി പി ഒ എന്ന് പറയുന്നത് നോൺ കോർ ബിസിനസ് ടാക്സ്, അതായത് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് മെയിനായിട്ട് വരുന്നതല്ലാത്തുള്ള ഓപ്പറേഷൻസൊക്കെ വെളിയിലുള്ള ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി ആയിട്ട്, ഒരു ഫോറിൻ കൺട്രിയുള്ള ഇൻഡസ്ട്രി ആയിട്ട് അവർ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട്, ഈ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് ആണ്, കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് അങ്ങോട്ടേക്ക് ഔട്ട്സോഴ്സ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് വിളിക്കാം. സോ ഈ ഒരു ഫോമിൽ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റ് ആണ്. ഫോറിൻ ഇൻഡസ്ട്രിയിലുള്ളൊരു കമ്പനിക്ക് മാനേജറിയൽ അസിസ്റ്റൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെർട്ടൈസസോ സ്പെഷ്യൽ സർവീസസോ കൊടുക്കാമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റ് എന്ന് വിളിക്കുക, ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിസിൽ. സോ ഇങ്ങനെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാം. അടുത്തത് വരുന്നത് ടേൺ കീ പ്രോജക്റ്റ് ആണ്. ഒരു ബിസിനസ് അല്ലെങ്കിൽ സർവീസ് ഫെസിലിറ്റി ഓപ്പറേഷൻ ആവുന്നത് വരെ അതിനെ ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഒരു ഫോറിൻ കൺട്രിയിലുള്ള ഇൻഡസ്ട്രീസിന് പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ, ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിൽ പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടേൺ കീ പ്രോജക്റ്റ് എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ബർജിങ് വഴി അല്ലെങ്കിൽ അക്വിസിഷൻ വഴിയും എന്തിനെ സഹായിക്കും, ഗ്ലോബൽ മാർക്കറ്റിംഗിൽ എൻ്റർ ചെയ്യാനായിട്ട് സഹായിക്കും. ലാസ്റ്റ് വരുന്ന ഒരു മോഡാണ് FDI, അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് പ്രത്യേകം ഒരു ഹെഡായിട്ട് എടുത്ത് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു ഫോറിൻ കമ്പനിയിൽ മണി ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. സോ ഇത് രണ്ട് സ്ട്രാറ്റജീസ് ആണുള്ളത്, ഗ്രീൻ ഫീൽഡ് സ്ട്രാറ്റജിയും ജോയിൻറ്റ് വെഞ്ചർ സ്ട്രാറ്റജിയും. ഓൾറെഡി ഒരു ഫോറിൻ കൺട്രിയിലുള്ള ഇൻഡസ്ട്രി ആയിട്ട് ജോയിൻ്റ്ലി അവർ ഫോം ചെയ്തൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എൻ്റർപ്രൈസ് ഫോം ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്നതാണ് ജോയിൻറ്റ് വെഞ്ചർ എന്നുള്ളത്. സോ ആ ഒരു സ്ട്രാറ്റജിക്ക് ജോയിൻറ്റ് വെഞ്ചർ സ്ട്രാറ്റജി നമ്മൾ വിളിക്കും. സോ ഇങ്ങനെ ഫോം ചെയ്ത് വരുന്ന ഒരു പുതിയ ബിസിനസ് എൻറ്റിറ്റിക്ക് അതിൻ്റെ പേരൻസ് അല്ലെങ്കിൽ ഇപ്പം ഡൊമസ്റ്റിക് നിലവിലുള്ള ഇൻഡസ്ട്രിയും അല്ലെങ്കിൽ ഫോറിനിലുള്ള ഇൻഡസ്ട്രിയും തമ്മിൽ രൂപപ്പെട്ട് ജോയിൻ്റായിട്ട് ഫോം ചെയ്യുന്നതാണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. സോ അവരുടെ പാരൻറ്റ് കമ്പനീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ആയിട്ട് അവർക്ക് സെപ്പറേറ്റ് ഒരു ലീഗൽ എൻറ്റിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ഇനി ഗ്രീൻ ഫീൽഡ് സ്ട്രാറ്റജീൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻറ്റയർലി സ്ക്രാച്ച് തൊട്ടിട്ട് അതിൻ്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് വരെ ആ ഒരു ബിസിനസ് കൊണ്ടുവരുന്ന ആ ഒരു സ്ട്രാറ്റജിക്കാണ് ഗ്രീൻ ഫീൽഡ് സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. അടുത്തത് നിങ്ങൾ ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഡിഫറൻസസ് ഒന്ന് നോക്കി വെക്കാം. ഫോറിൻ കൺട്രിയിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഒരു എൻ്റർപ്രൈസിൽ അവരുടെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കും. നേരെ മറിച്ച് അവരുടെ ഷെയർസോ ബോൺസോ എന്തെങ്കിലും ആണ് അവർ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് വരുന്നൊരു ചെറിയൊരു ടോപ്പിക്കാണ് ഹൊറിസോണ്ടൽ FDI. അതായത് ഒരു ഫോറിൻ കൺട്രിയിൽ അവരുടെ ഹോം മാർക്കറ്റിലുള്ള ഗുഡ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും സിമിലർ ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സാണ് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഉള്ള ഇവിടെ ഉള്ള ഒരു ഇൻഡസ്ട്രി അവിടെ പോയി ചെയ്യാന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹൊറിസോണ്ടൽ FDI എന്നാണ് വിളിക്കുന്നത്. ലാസ്റ്റായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഏജൻസീസ് പ്രൊമോട്ടിങ് ഫോറിൻ ട്രേഡ്. സോ ഫോറിൻ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ഏജൻസീസ് ഉണ്ട്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് 5 എണ്ണമെങ്കിലും നോക്കി വെക്കുക, അതും കൂടെ വായിച്ചിട്ട് പോവാം. സോ ഇത്രയാണ് മെയിനായിട്ട് നിങ്ങൾ 5 മൊഡ്യൂൾസിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ചോദ്യം വരാമെന്ന് ഒരു ഉറപ്പില്ല, കാരണം 15 മാർക്സിനൊക്കെ നിങ്ങൾ ഓൺവേർഡ്സ് എഴുതാനാണ് കൂടുതലും വരാറുള്ളത്. കഴിവതും ഈ പറഞ്ഞ ടോപ്പിക്സൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് എക്സാമിന് പോവുക.